ഇന്ന് എവിടെ തിരിഞ്ഞാലും നമ്മൾ കാണുന്ന ഒരു കാര്യം കടം ഉസ്താദേ കടമാണ്. സഹോദരിമാർ കമന്റ് സെക്ഷനുകളിൽ പറയുന്നത് കടമാണ്, ഫോണിൽ വിളിച്ചറിയിക്കുന്നത് കടമാണ്, മെസ്സേജ് ചെയ്ത് പറയുന്നത് കടമാണ്. ഉസ്താദേ വർഷങ്ങളായി കടക്കാരാണ്. ഇതിൽ നിന്ന് ഒരു മോചനം ലഭിക്കാൻ എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരണേ എന്ന് പറയുന്നവരോട് ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ 10 മിനിറ്റിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കടങ്ങളിൽ നിന്ന് മല പോലെ കടങ്ങളുണ്ടെങ്കിലും അത് പരിപൂർണമായും വീട്ടാൻ സഹായിക്കുന്ന ഒരു 7 കാര്യങ്ങൾ. ഇതിനകത്ത് ദിക്റായിട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ, ചൊല്ലേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ, മറ്റെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ലൈഫ് സ്റ്റൈൽ പോലെ ഒന്ന് ശ്രദ്ധിക്കണം. അത് ഒരെണ്ണം മാത്രമേ ദിക്റുള്ളൂ, മറ്റു 6 കാര്യങ്ങളും ജീവിതത്തിന്റെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ എത്ര വലിയ കടമുണ്ടെങ്കിലും പ്രിയപ്പെട്ടവർ, ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ 7 കാര്യങ്ങൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വലിയ കടക്കാരാകുന്നതിൽ നിന്ന് രക്ഷപ്പെടും. പ്രിയപ്പെട്ടവരെ, കടമുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് അല്ലാഹു തആല നമ്മളെ രക്ഷപ്പെടും, ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് ഏതാണ് ആ 7 കാര്യങ്ങൾ? വീഡിയോ മുഴുവനായിട്ട് കാണുക, വേണ്ടപ്പെട്ടവരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ ദുആ വസിയത്തുകൾ കമന്റ് സെക്ഷനുകളിൽ അറിയിക്കുകയും ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനായി എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്തുകൾ അറിയിക്കുന്നുണ്ട്. നമ്മുടെ പല വീഡിയോകളിലായി, പല നിലയിലായി, കമന്റ് ബോക്സിൽ എഴുതി അറിയിച്ച നിലയിലായി, അങ്ങനെയൊക്കെയും പലവിധ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്തുകൾ അറിയിച്ച ഒരുപാട് ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, ഉപ്പമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അള്ളാഹു അവർക്കൊക്കെയും അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ സഫലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അള്ളാഹു എല്ലാ തരത്തിലും സന്തോഷവും സമാധാനവും മാത്രം നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ 10 മിനിറ്റിൽ നമ്മൾ വളരെ ഉപകാരപ്പെടുന്ന ഒരു ചെറിയ കാര്യമാണ് പറയുന്നത്. ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ പലരും ആത്മഹത്യയുടെ വക്കിൽ പോലും എത്തിപ്പോകുന്ന ഒരു ചെറിയ കാര്യം. ഏതാണ്? കടം തന്നെയാണ്. അത് എപ്പോഴും എന്തിനാ കടത്തെക്കുറിച്ച് പറയുന്നത്? സ്വാഭാവികമായിട്ട് ചിന്ത ഉണ്ടാവാം. പ്രിയപ്പെട്ടവരെ, ഈ കടം നമുക്ക് ഏതെല്ലാം രീതിയിൽ മാറ്റാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നമ്മൾ ശ്രമിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് പല ദിവസങ്ങളിലായി കടങ്ങൾ വീടുന്നതിന് വേണ്ടിയിട്ടുള്ള ദിക്റുകൾ, ദുആകൾ, വഴികൾ. നമ്മൾ ദിക്റും ദുആയും മാത്രമല്ല പറയുന്നത്, അതിനു വേണ്ടിയിട്ടുള്ള നമ്മൾ ഒന്ന് ഒരുങ്ങിയെടുക്കേണ്ടുന്ന വഴികളും പറയുന്നുണ്ട്. ആ കടങ്ങളിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ നമ്മുടെ ജീവിതത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമ്മൾ ഒരുങ്ങേണ്ടുന്ന വഴി പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ 7 കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം ഏതാണെന്നറിയോ പ്രിയപ്പെട്ടവരെ? നമ്മളൊക്കെയും പല സാലറി മേടിച്ചുകൊണ്ട്, പല സമ്പത്ത് ജോലികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വരുമാനം ലഭിക്കുന്ന രീതിയിൽ ജീവിക്കുന്നവരാണ്. ചില ആളുകൾക്ക് 10,000 ശമ്പളമുള്ളവരുണ്ട്, ചില ആളുകൾക്ക് 20,000 ഉള്ളവരുണ്ട്, ചില ആളുകൾക്ക് 50,000 ഉള്ളവരുണ്ട്, ചില ആളുകൾക്ക് ലക്ഷങ്ങളാണ്. ഒക്കെ ആയിക്കോട്ടെ. എന്നാൽ നമ്മളിനി എത്ര രൂപ നമുക്ക് ശമ്പളമുണ്ട് എങ്കിലും ശരി തന്നെ, നമ്മൾ മിതത്വം കാണിക്കണം എന്നുള്ളതാണ്. മിതത്വം കാണിക്കണം, പിശുക്ക് കാണിക്കണം എന്നല്ല പറഞ്ഞത്. മിതത്വം കാണിക്കുക, മിതത്വം പാലിക്കുക. നമ്മളിപ്പോൾ ഒരു 100 രൂപയുടെ ചിലവാണ് നമുക്കുള്ളത് എങ്കിൽ, ഒരു 100 രൂപയുടെ ആവശ്യമാണ് നമുക്കുള്ളതെങ്കിൽ, അത് 100 രൂപയിൽ തന്നെ നമ്മളൊന്ന് ഒതുക്കണം പ്രിയപ്പെട്ടവരെ. ആ 100 രൂപയിൽ തന്നെ നമ്മളൊന്ന് അവിടെ ഒതുക്കിയെടുക്കണം. അല്ലെങ്കിൽ 100 എന്നുള്ളത് ഒരു 80ലേക്കും 70ലേക്കും പരമാവധി ചുരുക്കാൻ പറ്റും. അങ്ങനെ, എന്നാൽ പിശുക്ക് എന്ന നിലയിലല്ല. നമ്മുടെ ആവശ്യങ്ങൾ നടക്കണം. എല്ലാം നടക്കുന്നതോടൊപ്പം തന്നെ നമ്മൾക്ക് കഴിയുമെങ്കിൽ അത് മിതത്വത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. നേരെ മറിച്ച് 100 രൂപ ചിലവാക്കേണ്ടതടുത്ത് 200 രൂപ ചിലവാക്കാൻ, അല്ലെങ്കിൽ 500 ചിലവാക്കാൻ, പൈസ വാരി എറിയാൻ, അവിടെ നമുക്ക് എന്ത് സംഭവിക്കും? പൈസയ്ക്കുള്ള ബറക്കത്ത്, സമ്പത്തിന്റെ ബറക്കത്ത് അവിടെ മാറുന്നതാണ്. പിശുക്കുണ്ടാകരുത്. നേരെ മറിച്ച് മിതത്വം. ആ മിതത്വം നമുക്കുണ്ടാകുന്നതിലൂടെ നമുക്ക് ഒരുപാട് ബറക്കത്ത് അതിൽ നിന്ന് ലഭിക്കുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം അതാണ്, മിതത്വം പാലിക്കുക. രണ്ടാമത്തെ കാര്യം, കടങ്ങൾ വാങ്ങിയാൽ, ആരെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ കടം മേടിച്ചാൽ ആത്മാർത്ഥമായി അത് തിരിച്ചു കൊടുക്കണം എന്നുള്ള നിയ്യത്ത് വെക്കുക എന്നുള്ളതാണ്. നമുക്ക്
പരമാവധി കടം മേടിക്കാണ്ടിരുന്നാൽ അത്രയും നല്ലതാണ് പ്രിയപ്പെട്ടവരെ. അത്രയ്ക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ കടം മേടിക്കാവൂ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, അത്രയ്ക്കും പറ്റുന്നില്ല ഉണ്ടെങ്കിൽ എന്ന് മാത്രമേ കടം മേടിക്കാവൂ. അപ്പോൾ ഇനി അഥവാ കടം മേടിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എൻ്റെ അടുത്ത ശമ്പളം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ എന്നെ ഈ സമ്പത്ത് ഇത്ര ദിവസത്തിനുള്ളിൽ എന്നിലേക്ക് വരും, ഇത്ര പൈസ ആ സമയത്ത് വരും, ആ സമയത്ത് ഇൻഷാ അല്ലാഹ് ഈ കടം ഞാൻ വീട്ടും എന്ന ആത്മാർത്ഥമായ നിയ്യത്ത് നമ്മുടെ മനസ്സിൽ വെക്കുക. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ചെറിയൊരു സംഖ്യ നമ്മളെ കൊണ്ട് കഴിയുമ്പോഴൊക്കെ സ്വതക്ക ചെയ്യാം. ചിലപ്പോൾ എന്നും കഴിയുന്നു, ചിലപ്പോൾ പറ്റൂല, ചിലപ്പോൾ ആഴ്ചയിൽ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക. വെള്ളിയാഴ്ച സ്വതക്ക കൊടുക്കുക. ചെറിയൊരു സംഖ്യ മതി, 50 100. അത് ചില ആളുകൾക്ക് വലിയ സംഖ്യയാണ് അല്ലേ. നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു വിഹിതമാണ് 50 100 നമ്മൾ പറയുന്നത്. ഒരാളുകൾക്ക് അതൊക്കെ ചെറിയ സംഖ്യയായിട്ട് തോന്നും, പക്ഷേ അത് വലിയ സംഖ്യയാണ്. 50 100 നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു വരുമാനത്തിൻ്റെ വിഹിതം സ്വതക്ക ചെയ്യാം. കാര്യം ആ സ്വതക്ക ചെയ്യുന്നതിലൂടെ പടച്ച തമ്പുരാൻ ബറക്കത്ത് തരും. അള്ളാഹു എന്ത് തരും? ബാക്കിയുള്ള നമ്മുടെ കയ്യിലുള്ള സമ്പത്തിൽ അള്ളാഹു ബറക്കത്തും അഭിവൃദ്ധിയും നൽകി അത് നമ്മുടെ ആവശ്യങ്ങൾ ഒതുങ്ങുന്നതാക്കി മാറ്റുന്നതാണ് എന്നാണ്. 20,000 അല്ലെങ്കിൽ 10,000 കൊണ്ട് ബാക്കിയുള്ള നമ്മുടെ സമ്പത്ത് എത്രയാണോ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നടന്നു കിട്ടും. അതിന് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, ഹലാലിൻ്റെ വഴിയിലൂടെ മാത്രം സമ്പാദിക്കാം. മനസ്സിലാകുന്നുണ്ടോ? ഹറാമിൻ്റെ വഴി ചതിച്ചും കട്ടും മോട്ടിച്ചും മറ്റുള്ളവരെ വഞ്ചിച്ചും ഉണ്ടാക്കിയ സമ്പത്ത് അത് അധിക നാൾ വാഴില്ല പ്രിയപ്പെട്ടവരെ. അത് അധിക നാൾ വാഴില്ല. അങ്ങനെ ഉണ്ടാക്കിയ ഹറാമിൻ്റെ വഴിയിൽ ഉണ്ടാക്കിയ സമ്പാദ്യം അള്ളാഹു തആല തിരിച്ചെടുക്കും. അത് തിരിച്ചെടുക്കാനുള്ള വഴി ആർക്കറിയാം? അള്ളാഹുവിനറിയാം. ഇത് മറന്നു പോകണ്ട. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിച്ചിട്ട് പോയ ഒരുപാട് സമ്പത്തുകൾ, നമ്മുടെ പൈസകൾ പല ആളുകളുടെ കയ്യിലായിട്ട് പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ പോയിട്ടുള്ള സമ്പത്തുകൾ അത് അവർക്ക് ഉപകാരപ്പെടുമെന്ന് ആരും വിചാരിക്കേണ്ട പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിനറിയാം എങ്ങനെ ആ സമ്പത്ത് അവനിൽ നിന്ന് തിരിച്ചു മേടിക്കണമെന്ന്. അപ്പോൾ നാലാമത്തെ കാര്യം പറഞ്ഞു വന്നത് ഹലാലിൻ്റെ വഴിയിലൂടെ മാത്രം സമ്പാദിക്കാം. ഇനി അഞ്ചാമത്തെ കാര്യം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. കുറഞ്ഞത് ദിവസവും 100 ഇസ്തിഗ്ഫാർ എങ്കിലും എന്ത് ചെയ്യാം? ചൊല്ലുക. അങ്ങനെ ചൊല്ലുന്നതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു തരും? ഉറപ്പായിട്ടും അള്ളാഹു നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള ഹലാലിൻ്റെ വഴികൾ തുറന്നു തരും എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം അതാണ്, ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക. ആറാമത്തെ കാര്യം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? നമുക്കൊക്കെയും വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. എന്നാൽ ചില ഉമ്മമാർ ഉപ്പമാർ ചില ആളുകളൊക്കെ ചെയ്യുന്നൊരു കാര്യം എന്താണെന്നറിയോ? തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ശേഷം അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുക. തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഞാൻ പറയാൻ പറയുന്നത്, തഹജ്ജുദ് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഈമാൻ കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ് തഹജ്ജുദ് നിസ്കാരം അല്ലേ. അല്ലാത്ത ആളുകൾക്ക് ചെയ്യാൻ വലിയ പ്രയാസമാണ്. ആ ഉറക്കത്തിൽ കോച്ചുന്ന തണുപ്പുള്ള രാത്രികളിൽ മൂടിപ്പുതച്ച് കിടന്നുറങ്ങേണ്ടുന്നതിന് പകരം എഴുന്നേറ്റ് റബ്ബിനെ ഓർത്ത് നിസ്കരിക്കുന്നതിന് കിട്ടുന്ന കൂലി ഉണ്ടല്ലോ, അത് വലിയ കൂലിയാണ്. നമുക്ക് എത്ര പറഞ്ഞാലും അത് തീരൂല. അങ്ങനെ തഹജ്ജുദ് നിസ്കരിച്ച് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അള്ളാഹുവേ, പടച്ചവനെ, ഇന്ന ഇത്ര കടങ്ങളുണ്ട് റബ്ബേ, ആ കടങ്ങൾ നീ എനിക്ക് വീട്ടിൽ തരണമേ എന്ന് അള്ളാഹുവിനോട് ഈ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം ഒന്ന് പറയാം. അങ്ങനെ പറഞ്ഞാൽ ഉറപ്പായിട്ടും അള്ളാഹു ആ കടങ്ങൾ വീട്ടിൽ തരും. ആറാമത്തെ കാര്യം പറയാൻ, തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യാം. ഏഴാമത്തെ കാര്യം ഒരു ദുആയാണ് പ്രിയപ്പെട്ടത്. നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള ദുആയാണ്, എന്നാലും ഈ വീഡിയോയിൽ കൂടി ഞാനത് ഉൾപ്പെടുത്തിയെന്ന് മാത്രം. ഏതായാലും നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ദുആ കൂടി എന്ത് ചെയ്യുക? കൂടെ ചൊല്ലുക. ഏതാണ്? അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളലിക അമ്മൻ സിവാക്. ഈ ദുആ ഇങ്ങനെ എപ്പോഴും 5 വഖത്ത് ശേഷവും അള്ളാഹുവിനോട് ഇങ്ങനെ എടുത്തെടുത്ത് നിരന്തരമായി 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം എന്ത് ചെയ്യുക? ദുആ ചെയ്യാം. ഈ ദുആ ഇങ്ങനെ നിരന്തരമായി അള്ളാഹുവിനോട്, അള്ളാഹുവേ, പടച്ചവനെ, ഹറാമിനെ തൊട്ട് ഹലാല് കൊണ്ട് എന്നെ മതിയാക്കി തരണേ അല്ലാഹ്, നിന്റെ ഔദാര്യം കൊണ്ട് എന്നെ ഐശ്വര്യവാനാക്കി തരണേ അല്ലാഹ് എന്ന് പറയുന്ന സുന്ദരമായിട്ടുള്ള പുണ്യമാക്കപ്പെട്ടുള്ള ദുആയും ചെയ്യുക. 7 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ 7 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നത്. ഇൻഷാ അല്ലാഹ് 7 കാര്യങ്ങളും മനസ്സിലായി എങ്കിൽ മനസ്സിലായി ഉസ്താദെ എന്ന് ഇൻഷാ അല്ലാഹ് കമൻറ്റിൽ അറിയിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. അതുപോലെ തന്നെ
ദുആ വസിയത്തുകൾ, ആഗ്രഹങ്ങൾ, ആവശ്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാവർക്കും വേണ്ടി പ്രത്യേകം നമ്മൾ ദുആ ചെയ്യും, ഉറപ്പാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുക. എന്ന ദുആ വസിയത്തോടെ നിർത്തട്ടെ. ആഖിറു ദഅവതി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.